മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാൽ. മോഹൻലാലിനെ കുറിച്ച് നമ്മളധികം പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം മഹാനായ ഒരു നടനാണ്. ഇന്ത്യ കണ്ട അല്ലെ ലോകം കണ്ട നടന്മാരിൽ ഒരാളെന്ന് പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം മോഹൻലാൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു പോകുന്ന വഴി അദ്ദേഹത്തിനോട് കുറേ പേര് തൻ്റെ മകളുടെ സിനിമാ വിശേഷങ്ങൾ ചോദിക്കുകയും മോഹൻലാൽ അതിന് മറുപടി പിന്നീട് പറയാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് മാധ്യമപ്രവർത്തകരോട് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ലെന്ന് പറഞ്ഞ് നീങ്ങിയപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ നീട്ടിയ മൈക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൊള്ളുകയും സാധാരണഗതിയിൽ പ്രകോപിതനാകേണ്ട നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ആണെങ്കിൽ ചെറിയ വേദിയിൽ പോലും ഇങ്ങനെ മൈക്കിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അന്നേരം ഒന്ന് ശകാരിക്കുകയോ ഒന്ന് ചൂടാകുകയോ ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മോഹൻലാൽ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ തിരിഞ്ഞു നിന്നിട്ട് എന്താ മോനെ കാണിക്കുന്നതെന്ന് ചോദിച്ചേ, എന്താ മോനെ കാണിച്ചതെന്ന് ചോദിച്ചേ. സാധാരണ ആർക്കാണെങ്കിലും ദേഷ്യം കണ്ണിൽ കൊണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു നിന്ന് ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ മഹാനായ വ്യക്തി എന്താ ചെയ്തത്, ശരിക്കും പറഞ്ഞാൽ എന്താ മോനെ എന്നൊന്നും ചോദിച്ചില്ല, എന്താ മോനെ കാണിക്കുന്നതെന്ന് ചോദിച്ചേ ഉള്ളൂ. എന്നിട്ട് കയറിപ്പോയി. പിന്നീട് നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പാണ്. നമ്മൾ ഒരു ഓഡിയോ ക്ലിപ്പാണ് കണ്ടത്. ആ മാധ്യമപ്രവർത്തകൻ മോഹൻലാലിനെ വിളിച്ച് മാപ്പ് പറയുന്നത് മോഹൻലാൽ വളരെ തന്മയത്വത്തോടു കൂടി അദ്ദേഹത്തോട് അതൊന്നും സാരമില്ല മോനെ എന്ന് പറയുന്നതൊക്കെ കണ്ട് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്, നമ്മൾ മനുഷ്യന്മാരായിട്ട് കാണാനും മനുഷ്യന്മാർക്കുണ്ടാകുന്ന ചെറിയ തെറ്റുകുറ്റങ്ങൾ അന്നേരം വലിയ രീതിയിൽ ശകാരിക്കാതെ ആ അബദ്ധത്തിൽ പറ്റിയ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ കേട്ടോ, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കാതെ എന്താ പറയുക തന്മയത്വത്തോടുകൂടി അത് പെരുമാറുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ മോഹൻലാൽ ഒരു ഉദാഹരണമാണ്. മോഹൻലാൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ചൂടാകാമായിരുന്നു, പക്ഷെ ചൂടായില്ല. എന്ത് നല്ല മനുഷ്യൻ, കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കാരണം സമൂഹം അംഗീകരിക്കുന്ന ഒരു നടൻ സാധാരണഗതിയിൽ എടുത്തടിച്ച് ചൂടാകുന്ന കേസാണ്. കണ്ണിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ട് നമുക്കറിയാവുന്നതാണ്. തന്മയത്വത്തോടു കൂടിയാണ് അദ്ദേഹം ആ മാധ്യമപ്രവർത്തനോട് പെരുമാറിയത്. കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി.